പിന്നാക്ക വിഭാഗങ്ങൾക്കായി നിരന്തരം പ്രവർത്തിച്ച നേതാവാണ് കുട്ടി അഹമ്മദ് കുട്ടി. തുല്യനീതിക്കായി ദലിത്, ആദിവാസി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ വിയോഗം വർദ്ധിത ജനവിഭാഗങ്ങൾക്ക് വലിയ നഷ്ടമാണ്. ദലിത്, ന്യൂനപക്ഷ, പിന്നാക്ക വിഭാഗങ്ങളുടെ ഐക്യത്തിനും ശാക്തീകരണത്തിനുമായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച നേതാവാണ് കുട്ടി അഹമ്മദ് കുട്ടി. മണ്ഡൽ കമ്മീഷൻ ചർച്ചയായ 1989-ൽ VP സിംഗിനെ എറണാകുളത്ത് കൊണ്ടുവരാൻ മുന്നിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. സംവരണ സമുദായ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് ദീർഘകാലമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. സംവരണ അട്ടിമറി, പിന്നാക്കക്കാരോടുള്ള ഭരണകൂട വിവേചനം തുടങ്ങിയ പ്രശ്നങ്ങളിലെല്ലാം സംവരണ സമുദായങ്ങൾക്കായി അദ്ദേഹം നിലകൊണ്ടു. സംവരണ സമുദായങ്ങളുടെ ഒരു ധൈഷണിക മുഖമായാണ് കുട്ടി അഹമ്മദ് കുട്ടിയെ കണക്കാക്കുന്നത്. മുഖ്യധാരയിലെ അനേകായിരം അവസരങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായിട്ടും അധികാരത്തിൻ്റെ ഭാഗമായിരുന്നിട്ടും ദളിതരും മുസ്ലിങ്ങളും പിന്നണി ജനവിഭാഗങ്ങളും സാഹോദര്യപൂർവ്വം ഐക്യപ്പെടേണ്ടതിനെ സംബന്ധിച്ച വേറിട്ട സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരാളായിരുന്നു കുട്ടി അഹമ്മദ്. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാവായിരിക്കെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാന അജണ്ടയാക്കി പ്രവർത്തിച്ചു എന്നതാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ പ്രാധാന്യം. അധസ്ഥിതരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനായി നിരന്തരം സംസാരിച്ച കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗം എളുപ്പം നികത്താവുന്ന നഷ്ടമല്ല. മീഡിയ 1 കൊച്ചി.